ഗൂഗിൾ ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ, എന്നാൽ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്ന് വഴിയായി കിടക്കും. ഈ ഞാൻ പറഞ്ഞു വന്നത് അതല്ല കേട്ടോ, ഗൂഗിളിൻ്റെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളെ കൂട്ടുകാരെക്കാൾ നിങ്ങളെ ഫോൺ എടുത്താൽ നിങ്ങൾ ഗൂഗിളിൽ എന്താണ് സെർച്ച് ചെയ്തതെന്ന് അവർക്ക് എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഗൂഗിൾ ഹിസ്റ്ററി എങ്ങനെ പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യാമെന്നും പിന്നെ ഈയിടയ്ക്കായിട്ട് ഗൂഗിളിൽ വന്ന ഒരു അപ്ഡേറ്റ് ആണ്. നമുക്ക് ഒരാൾ കാണണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ഗൂഗിളിൻ്റെ ഒരു കാര്യം ലോക്ക് ചെയ്തിടാൻ കഴിയും. സെർച്ച് ചെയ്ത കാര്യം അവിടെ തന്നെ ഉണ്ടാകും, പക്ഷെ നമുക്ക് അയാൾ കാണണ്ടെന്ന് പറഞ്ഞ് ലോക്ക് ചെയ്തിടാൻ കഴിയും. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദേവാരി യൂട്യൂബ് ചാനൽ. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാ പേജിൽ മെസ്കരി ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് ഗൂഗിളിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഗൂഗിളിൻ്റെ നമുക്ക് വേണ്ടപ്പെട്ട സെർച്ച് ഹിസ്റ്ററി എങ്ങനെയാണ് പൂട്ടി വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളല്ല ഓപ്പൺ ചെയ്യേണ്ടത്, സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളെ ഗൂഗിളിൻ്റെ സംബന്ധിച്ച് എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അതിലാൾ സർവീസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് അസിസ്റ്റൻ്റ് ആൻഡ് വോയിസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഏഴാമതായിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഡാറ്റ ആൻഡ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് തന്നെ നമുക്ക് സെർച്ച് ഹിസ്റ്ററി കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യം കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ ഇത് മൈ ആക്ടിവിറ്റി google.com അത് ഓഫ് ചെയ്തിട്ടുകൊണ്ടാണ് എനിക്കിവിടെ ഒരു ആക്ടിവിറ്റിയും കാണിക്കാത്തത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് നമുക്ക് അത്യാവശ്യമുള്ള സെർച്ച് ഹിസ്റ്ററികൾ എങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കാമെന്നാണ് അത് വീഡിയോയിൽ കാണാം. അതിനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിനു ശേഷം ഗൂഗിൾ തന്നെ തിരിച്ചെടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം ആൾ സർവീസ് കൊടുക്കുക. ശേഷം ഇങ്ങനെ കുറേ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏഴാമത്തെ ഓപ്ഷനായ സെർച്ച് അസിസ്റ്റൻ്റ് ആൻഡ് വോയിസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സെർച്ച് ഹിസ്റ്ററി എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് രണ്ടാമത്തെ ഓപ്ഷനിലായിരിക്കും കിടക്കുന്നത്. അതൊന്ന് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം സേവ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സേവ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഏത് ഇതാണോ നിങ്ങളുടെ ഫോൺ ലോക്ക് ചോദിക്കും, അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്, ടു സീ അവർ ഫുൾ ഹിസ്റ്ററി വെരിഫിക്കേഷൻ ഇറ്റ് ഈസ് യു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇത് ലോക്കായിട്ടുണ്ട്. നിങ്ങളെ എല്ലാ ഇതും ഇനി ലോക്കായിട്ടുണ്ട്. ഇനി നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ ടെക്നോളജിപരമായ വീഡിയോ ദിവസം തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ദേവാരി എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാളെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ വരാം. അതുവരെയും ബൈ ബൈ.